ഇതുപോലത്തെ പഴയ മൾട്ടിമീറ്ററുകൾ യൂസ് ചെയ്യുന്നവരുണ്ടാവും. ഇതൊക്കെ ഒഴിവാക്കാനുള്ള സമയമായിട്ടോ. ഇപ്പോൾ നമുക്ക് ഈ ഒരു ട്രിഗറിൻ്റെ ആവശ്യം വരുന്നൊന്നുമില്ല കേട്ടോ. പുതുതായിട്ട് വരുന്ന മൾട്ടിമീറ്ററിൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വോൾട്ടേജ്, റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ കണ്ടിന്യൂറ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. മറ്റൊരുപാട് ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. യെസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഡിജിറ്റൽ മൾട്ടിമീറ്റർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് വോൾട്ടേജും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതായത് നമ്മൾ അതിന് ഓരോരോ മോഡ് ഇട്ട് കൊടുക്കുന്ന ആവശ്യം വരുന്നില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഡയറക്റ്റ് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ ഫ്ലിപ്കാർട്ട് നമ്മൾ പർച്ചേസ് ചെയ്തത് ഐറ്റം ഇതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമുക്കൊരു 1500 രൂപയുടെ താഴെ റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് നമ്മളെ ഓട്ടോമൊബൈൽ ഫീൽഡിലുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് പഴയ മൾട്ടിമീറ്റർ എന്ന് പറയുമ്പോൾ സെൻറ്ററിലൊരു നോബ് ഉണ്ട് ഇതുപോലെ തിരിക്കാൻ. ഈ നോബ് തിരിച്ചിട്ട് നമ്മൾ 200 വോൾട്ട്, 20 വോൾട്ട്, അതുപോലെ തന്നെ 1000 വോൾട്ട് ഇങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്യണം. ഇനി AC വോൾട്ട് ആണെങ്കിൽ അത് സെപ്പറേറ്റ് ആക്കണം. അതുപോലെ തന്നെ ഓംസിലേക്ക് ഇടണമെങ്കിൽ ഓംസിലേക്ക് സെപ്പറേറ്റ് ആക്കണം, റെസിസ്റ്റൻസ് അറിയാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂറ്റി ഒക്കെ സെപ്പറേറ്റ് നോക്കണം. അപ്പോൾ ഇതൊന്നും ഇതിൽ ആവശ്യം വരുന്നില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ഐറ്റം നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് ഞാൻ ബാക്കിയുള്ള കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അൺബോക്സ് നമ്മൾ ഓൾറെഡി ചെയ്താട്ടോ, കാരണം ഓപ്പൺ ബോക്സ് ഡെലിവറി ആയിരുന്നു, അതുകൊണ്ട് തന്നെ അൺബോക്സ് ചെയ്തത് നമ്മൾ. അപ്പോൾ അൺബോക്സ് ചെയ്യുമ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ഐറ്റം കാണാം. ഇതാണ് ബോക്സ് കേട്ടോ. ഈ ഒരു ബോക്സ് നമുക്കിവിടെ മാറ്റിയേക്കാം. ഓക്കെ, ഡിജിറ്റൽ മൾട്ടിമീറ്ററിന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് സംഭവം. അതിന് ചെറിയൊരു രൂപം അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പുറകിലായിട്ട് തന്നെ MRP കൊടുത്തിട്ടുള്ളത് 2300 MRP കാണുന്നുണ്ടോ, 2299 കാണുന്നത്. പിന്നെ ആ ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ്. അവരായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും മെയിൽ ഐഡിയും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ അവരായിട്ട് കോൺടാക്ട് ചെയ്യാം. നമുക്ക് SKU ID എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ID ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവരെ സൈറ്റിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ ഈ ഐഡിയും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്താൽ നമുക്ക് ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും സംഭവം ഇതാണ്. നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നമ്മളെ മൾട്ടിമീറ്റർ ആണ് ഫസ്റ്റത്തെ ഐറ്റം. ഇതാണ് ഐറ്റം. ഇതിലേക്ക് വരാം. അതുപോലെ തന്നെ ഇതിൽ ബാക്കി വരുന്നത് ഇതിൻ്റെ 2 പ്രോബ് വരുന്നുണ്ട്. റെഡും ബ്ലാക്കും ആയിട്ടുള്ള 2 പ്രോബുകൾ കാണാം. അപ്പോൾ അതും നമുക്ക് മാറ്റി വെക്കാം. പിന്നീട് വരുന്ന സമയത്ത് നമുക്ക് ഒരു 12 മന്ത് വാറൻറ്റി കാർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സീരിയൽ നമ്പർ, മോഡൽ നമ്പറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡിവൈസിൻ്റെ. അതുപോലെ തന്നെ യൂസർ മാനുവൽ കാണാൻ പറ്റും. യൂസർ മാനുവലിൽ നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളുണ്ട് ഇതിൽ ക്ലിയർ ചെയ്യാം. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ബോക്സിൽ വരുന്നത്. നമുക്ക് ഈ മൾട്ടിമീറ്റർ ഒന്ന് സെറ്റ് ചെയ്താലോ. അപ്പോൾ ഇതാണ് ഐറ്റം, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു പൗച്ച് പോലെയാണ് ഈ ഒരു ഐറ്റം. ഇതിൻ്റെ പൗച്ചാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിന് പുറകിലായിട്ടൊരു LED വരുന്നുണ്ട്. അതുപോലെ തന്നെ പുറകിലാണ് നമ്മൾ ബാറ്ററിയും കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്യുന്നത്. ഈ ഒരു ബോക്സിൽ നമുക്ക് ബാറ്ററി വന്നിരുന്നു. നമ്മൾ ബാറ്ററി അറ്റാച്ച് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ബാറ്ററി അറ്റാച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലെ ഇത് റിമൂവ് ചെയ്താൽ, ഈ ഒരു ക്യാപ്പ് റിമൂവ് ചെയ്താൽ ഇവിടെ ബാറ്ററി അറ്റാച്ച് ചെയ്യാം. 2 പെൻസിൽ ബാറ്ററി, ചെറിയ പെൻസിൽ സെൽ ബാറ്ററീസാണ് വരുന്നത്. അപ്പോൾ അത് കണക്ട് ചെയ്താൽ നമുക്ക് ഓൺ ചെയ്യാം. പിന്നെ അതിൻ്റെ സീരിയൽ നമ്പറൊക്കെ ഇതിൻ്റെ പുറകിൽ കാണാം. ഇതിലാണ് ഫ്രണ്ടിൽ നമുക്ക് ഇവരെ ബാഡ്ജിങ് കാണാം. ഹാബോ ടെസ്റ്റ് എന്നുള്ള ആ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ മൾട്ടിമീറ്ററിന് കാണാം. 3 സ്വിച്ചസ് മാത്രമേ വരുന്നുള്ളൂ. നിങ്ങൾക്കവിടെ കാണാൻ പറ്റും. ഒന്ന് ഹൈ വോൾട്ട് NCV എന്നുള്ളത് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെ പവർ ബട്ടന്, അതിന് തൊട്ടടുത്ത് നമ്മളെ ബാക്ക് ലൈറ്റും അതുപോലെ തന്നെ പുറകിലുള്ള LED പ്രകാശിക്കാനുള്ള ബട്ടൺ. അപ്പോൾ ഈ രീതിയിൽ 3 ബട്ടണുകളെ വരുന്നുള്ളൂ. താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എന്തൊക്കെയാണ് ഇതിൽ വരുന്നത് എന്നുള്ളത്. ഓംസ് ചെക്ക് ചെയ്യാൻ, കണ്ടിന്യൂറ്റി, അതുപോലെ തന്നെ നമുക്ക് വോൾട്ടേജുകൾ അറിയാൻ. പിന്നെ NCVയും കൂടി ഇതിൽ വരുന്നുണ്ട്. അത് മെയിനായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ആണ്. NCV എന്താണെന്നുള്ള അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഇതിലൂടെ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രോബ് കണക്ട് ചെയ്യാനുള്ള 2 കണക്ടറുകളും അവിടെ കാണാം. അപ്പോൾ എന്തായാലും ഈ ഒരു പൗച്ച് നമുക്ക് അറ്റാച്ച് ചെയ്യാം. ഇതിന് മേലൊരു സ്ക്രീൻ ഗാർഡ് ഉണ്ട്, നമ്മളെന്തായാലും അത് ഒഴിവാക്കുന്നില്ല. ഓക്കെ, പ്രോബ് കണക്ട് ചെയ്യാം. പ്രോബിൻ്റെ ഇവിടെ വരുന്ന 2 നിബുകളുണ്ട്, ജസ്റ്റ് ഒഴിവാക്കാം. ജസ്റ്റ് സേഫ്റ്റി ആയിട്ട് കൊടുത്താണ്. ഓക്കെ, എനിവേ നമുക്കിത് കണക്ട് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, പ്രോബ് നമ്മൾ കണക്ട് ചെയ്തു. ഇനി ഞാനിതിൽ ഓൺ ചെയ്തിട്ട് ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ വരുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ഫസ്റ്റായിട്ട് നമ്മൾ പവർ ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. ഓക്കെ, പവർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഒരു ബസറോട് കൂടി ഇത് ഓണായി വരുന്നുണ്ട്. ഓട്ടോ എന്നാണ് ഫസ്റ്റ് ഓൺ ആകുമ്പോൾ തന്നെ എഴുതി കാണിക്കുക. ഇതിൽ നമുക്ക് മേലെയായിട്ട് താഴെ കാണിച്ച ഈ സിമ്പിളുകളുണ്ടല്ലോ, അതിൽ ഈ ഫസ്റ്റത്തെ 4 സിമ്പിളും മേലെയായിട്ട് കാണിക്കും. ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. വോൾട്ടേജ് അറിയാൻ, അതുപോലെ തന്നെ റെസിസ്റ്റൻസ് അറിയാൻ, ഓംസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ നമ്മളെ കണ്ടിന്യൂറ്റി അറിയാൻ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ പറ്റും. അതുപോലെ തന്നെ നമുക്ക് NCV എന്നുള്ളൊരു ബട്ടൺ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഹൈ വോൾട്ടേജ് നമുക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളെ വീട്ടിലുള്ള ഉപകരണങ്ങളിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നുള്ളത് നമുക്കറിയാൻ പറ്റും. സ്വിച്ച് ബോർഡിൻ്റെ അവിടെയൊക്കെ കൊണ്ടുവെക്കുന്ന സമയത്ത് ഇതുപോലെ ഇൻഡിക്കേഷൻസ് കാര്യങ്ങളൊക്കെ വരും. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ലൈറ്റ് ഇതാണ്. ജസ്റ്റ് പ്രസ് ചെയ്താൽ ഒറ്റ പ്രസ്സിന് ബാക്ക് ലൈറ്റ് ഓൺ ആവും. ഇതൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ
പുറകിലുള്ള ലൈറ്റ് ഓൺ ആവും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു പുറകിലുള്ള ലൈറ്റിൻ്റെ വെട്ടമൊക്കെ ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഇത് ജസ്റ്റ് പ്രസ് ചെയ്താൽ പുറകിലുള്ള വെട്ടം ഓഫായി, ഒരു പ്രസ് ചെയ്താൽ ബാക്ക് ലൈറ്റും പോയി. അപ്പോൾ ഈ രീതിയിലാണ്. പവർ ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്താൽ ഇത് ഓഫ് ആവും ചെയ്യും കേട്ടോ, ഡിസ്പ്ലേ പോകും. പിന്നെ നമുക്ക് എപ്പോഴാണ് അത് ഓൺ ആക്കുന്ന ആവശ്യം വരുന്നുണ്ടെങ്കിൽ നേരെ പവർ ബട്ടൺ പ്രസ് ചെയ്താൽ ഓൺ ആവും ചെയ്യും. ഇനി NCVയിലേക്ക് ഇടാൻ ജസ്റ്റ് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്തൊരു 2 സെക്കൻഡ്സ് കഴിഞ്ഞിട്ടാണ് NCVയിലേക്ക് മാറുക. അതിപ്പോൾ ഈ ബട്ടണിലൊക്കെ അങ്ങനെ വരുന്നത്. നമ്മൾ ബാക്കിൽ ലൈറ്റ് വരുന്നെങ്കിൽ ജസ്റ്റ് ഒരു 2 സെക്കൻഡ് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഈ രീതിയിലാണ് ഓവറോൾ ഇതിനെക്കുറിച്ച് പറയാൻ. മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൾട്ടിമീറ്റർ യൂസ് ചെയ്യാൻ അറിയാത്ത ഏതൊരാൾക്കും നമുക്ക് സിമ്പിളായിട്ട് ഇത് യൂസ് ചെയ്ത് പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പഴയ മൾട്ടിമീറ്റർ യൂസ് ചെയ്യാൻ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മളിത് തിരിച്ചൊക്കെ ഉണ്ടാക്കി കുറേ പണിയാണ്. അതായത് ഇതിൽ അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമുക്കിതിലൂടെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മോഡൽ നെയിം വരുമ്പോൾ ഇത് ഹാബോ ടെസ്റ്റ് എന്നുള്ള ബ്രാൻഡിൻ്റെ HT123 സ്മാർട്ട് എന്നുള്ള മോഡലാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ അവൈലബിൾ ആയിരിക്കും. ഞാനിതിൽ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വർക്കിംഗ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റായിട്ട് നമുക്ക് 3 തവണ ആയിട്ട് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ ഓരോ വർക്കിങ്ങുകളും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഒരു ബാറ്ററിയുടെ സെല്ല് ചെക്ക് ചെയ്യാം. പഴയ മൾട്ടിമീറ്ററിലാണെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ 20 ഇതിനും വലിയ വോൾട്ടേജ് വരുന്നതാണെങ്കിൽ 200 ആക്കും, പിന്നെ 1000 ആക്കും. ഇങ്ങനെ തിരിക്കേണ്ട ആവശ്യം നമുക്ക് വരും. പക്ഷേ ഇതിനൊന്നും ആവശ്യമില്ല. നേരെ നമുക്ക് മാറ്റി വെക്കാം. ഇത് ഓട്ടോയിലാണ് കിടക്കുന്നത്. ഓൺ ആക്കുമ്പോൾ തന്നെ ഓട്ടോയിലാണ് കിടക്കുക. പിന്നെ NCVക്ക് ആക്കണമെങ്കിൽ ഹൈ വോൾട്ടേജ് ആക്കണമെങ്കിൽ നമുക്കിവിടെ ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ബാറ്ററി സെല്ല് ചെക്ക് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, ഇപ്പോൾ ഞാനൊരു ബാറ്ററി സെല്ല് കണക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ വോൾട്ട് നിങ്ങൾക്ക് കറക്റ്റ് അവിടെ കാണാൻ പറ്റും. 1.528 വോൾട്ട്, DC 1.528 എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്കറിയാൻ പറ്റും. ഇത് മാത്രമല്ല, നമ്മുടെ വീട്ടിലുള്ള ഇൻവെർട്ടറിൻ്റെ ബാറ്ററീസൊക്കെ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ അത് നല്ല എല്ലാ ബാറ്ററീസും നോക്കാം. നമുക്ക് ഇതുപോലെ പ്രോബ് ആ ഒരു ട്രിഗർ തിരിക്കുന്ന ആവശ്യം വരുന്നില്ല എന്നുള്ളൂ. ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇതിൽ നമുക്ക് വാല്യൂസ് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഇൻവെർട്ടറിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. 100 AHൻ്റെ ബാറ്ററിയാണ്. ഓട്ടോമാറ്റിക്കലി തന്നെയാണ്. നേരെ നമുക്ക് ബാറ്ററി കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള വോൾട്ട് ഇവിടെ കാണാൻ പറ്റും 13.09. ഓക്കെ, എന്നിട്ട് പുറകിൽ ചെറിയൊരു LED ഉണ്ട്. ഇതെവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെറിയൊരു LED നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും, കാണിച്ചു തന്നിട്ടുണ്ടാവില്ല. നമുക്കിതുപോലെ രാത്രിയൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ വണ്ടിയുടെ ഉള്ളിലൊക്കെ എന്തെങ്കിലും കപ്ലർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോകല്ലോ. അപ്പോൾ അതിനുള്ള ചെറിയൊരു വെളിച്ചം. അപ്പോൾ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു ചെറിയ വെളിച്ചം ഉണ്ടാവും, ചെറിയൊരു LED. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. ഓക്കെ, അടുത്ത നമുക്ക് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. അതായത് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഭാഗങ്ങൾ. ഇപ്പോൾ സ്വിച്ച് ബോർഡിലൊക്കെ കറണ്ട് വന്നെടുക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിലൂടെ ഓട്ടോയിൽ നമ്മൾ മാറ്റിയിട്ട് നേരെ NCVയിലേക്ക് ആക്കുകയാണ്. NCVയിലേക്ക് ആക്കിയാൽ ഇവിടെ വെച്ച് കൊടുത്താൽ തന്നെ നമുക്കറിയാൻ പറ്റും. കണ്ടാ, ഒരു റെഡ് ബസർ ഇൻഡിക്കേഷനും അതുപോലെ തന്നെ ഹൈ വോൾട്ട് എന്നുള്ള H എന്നുള്ള ആ ഒരു ഇതും ഇവിടെ കാണിക്കും. കണ്ടില്ലേ, നമ്മൾ ഇവിടെ ഒരു മൊബൈൽ ഫോൺ ഇതുപോലെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിത് ഓഫാക്കുന്ന സമയത്ത് ഇതിലൂടെ വയർ കൊണ്ടുപോകുമ്പോഴൊന്നും ഇതിലൂടെ കറണ്ട് പോകുമെന്ന് കാണിക്കുന്നില്ല, നമുക്ക് കാണാൻ പറ്റും. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്താൽ മൊബൈൽ ചാർജ് ആവുന്നുണ്ട്. ഇവിടുന്ന് ഇതുപോലെ നമ്മൾ ആ ഒരു വയർ കൊണ്ടുപോകുന്നതിനനുസരിച്ച് കണ്ടില്ലേ, അതായത് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. നമുക്ക് ഈ വയറിൽ എവിടെയെങ്കിലും വിട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലൊക്കെ അതുപോലെ കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ കൊണ്ടുപോക്കിയാൽ മതി. എവിടെയെങ്കിലും വയറിൽ വിട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഉപയോഗമുണ്ട്. ഓക്കെ, ഇനി നമുക്കേ പഴയൊരു മൾട്ടിമീറ്ററിൻ്റെ ബോർഡാണ്. അത് ഏത് ബോർഡായാലും നമുക്ക് കപ്പാസിറ്റർ റെസിസ്റ്ററൊക്കെ ഉണ്ടാവും. ഈ ഒരു കപ്പാസിറ്ററിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. ഓട്ടോയിൽ തന്നെ ഇട്ടിട്ടുള്ളത്. ഓക്കെ, നേരെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഏതാണോ നമ്മൾ ചെക്ക് ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് അവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഓംസ് ആണെങ്കിൽ ഓംസ് ആണ് അവിടെ, ഓംസിൻ്റെ ആ ഒരു ഐക്കൺ വരും. വോൾട്ടേജ് ആണെങ്കിൽ വോൾട്ടേജിൻ്റെ വരും. ഇനി ഞാൻ നേരെ ഈ ഒരു ബസർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. അപ്പോൾ അതിന് നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ബസർ ആകുമ്പോൾ നമുക്ക് കണ്ടിന്യൂറ്റിയിലാണ് വരിക. അപ്പോൾ അതാണ് അവിടെ ബീപ്പ് സൗണ്ട് വന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഇതുപോലെ ഓട്ടോമാറ്റിക് തന്നെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ഇനി കണ്ടിന്യൂറ്റി നോക്കുന്ന സമയത്തും നമ്മളിതുപോലെ ഇതിലൊന്നും ചെയ്യുന്ന ആവശ്യം വരുന്നില്ല. നേരെ ഇതിലൂടെ ഉണ്ടല്ലേ, ഞാൻ 2 പ്രോബും കൂടി കണക്ട് ചെയ്തപ്പോൾ തന്നെ ബസർ ബീപ്പ് കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു LED വരുന്നുണ്ട്. ഇതിലൂടെ നമുക്ക് റെഡും ഗ്രീനും ആയിട്ട് കാണാൻ പറ്റും. കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ നമ്മൾ പ്രത്യേക മോഡുകളിലേക്കൊന്നും പോകുന്ന ആവശ്യം വരുന്നില്ല. നേരെ പോവുക, കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുക, അത്ര ആവശ്യമുള്ളൂ. അപ്പോൾ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ടൈം ഒത്തിരി വേസ്റ്റ് ആവുന്നില്ല. പെട്ടെന്ന് നമുക്ക് വർക്കുകളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ചെറിയൊരു വീഡിയോ പോലെ ചെയ്തതാണ്.
നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ഒരു സാധനം പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.